ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്നൊരു ബോട്ടിലാട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. 2 ഡിസൈനിലുള്ള ബോട്ടിലാട്ടാണ്. പക്ഷെ ഞാനിതിൽ ഒരു ഡിസൈൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് 2 ബ്രദേഴ്സിൻ്റെ ബർത്ത്ഡേ ആണ്. അവർ രണ്ടിൻ്റെയും ബർത്ത്ഡേ ഒരേ ഡേറ്റിൽ തന്നെയാണ്. ഈ ഒരു ബോട്ടിലാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഈ ബോട്ടിൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കും ആ സ്റ്റിക്കറിൻ്റെ പാടൊക്കെ കഴുകിയെടുത്ത് ഡ്രൈ ആക്കി വെക്കണം. നമ്മൾ ബോട്ടിൽ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിലോട്ട് നമ്മൾ ബേസ് കോട്ട് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഞാനൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ബേസ് കോട്ട് അപ്ലൈ ചെയ്യുന്നത്. പയ്യെ ഞാൻ ഒരു സ്പോഞ്ചിൽ ബേസ് കോട്ട് എടുത്തിട്ട് പയ്യെ ടാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കുന്ന ആ ഒരു ബേസ് കോട്ട് അതുപോലെ ഇരിക്കും നമ്മുടെ ബോട്ടിലിൻ്റെ ഒരു ഭംഗി കാണാൻ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്പോഞ്ച് ഉപയോഗിക്കുന്നത്. എനിക്ക് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ പാട് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കുന്ന ആ ഒരു പെയിൻറ്റ് നമ്മൾ മാക്സിമം ആ സ്പോഞ്ചിൽ എടുത്ത് ഉപയോഗിക്കണം. ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. ബബിൾസും വരാൻ പാടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ബേസ് കോട്ടാണ് നമ്മുടെ മെയിൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പയ്യെ ടാബ് ചെയ്ത് കൊടുക്കണം. മാക്സിമം ഉപയോഗിക്കണം ആ ഒരു പെയിൻറ്റ്. കണ്ടോ, നമ്മളത് വൃത്തിയായിട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഫിനിഷിങ് കിട്ടും ഫസ്റ്റിലെ തന്നെ. നമ്മൾ പയ്യെ ടാബ് ചെയ്തെടുക്കുന്നു. മാക്സിമം ഉപയോഗിച്ചെടുക്കുക, ഗ്യാപ്പില്ലാത്ത രീതിയിൽ മാക്സിമം ഉപയോഗിച്ചെടുക്കുക. ബ്രഷ് ഉപയോഗിക്കേണ്ടവർക്ക് ബ്രഷ് ഉപയോഗിക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് അത് ഉപയോഗിക്കാൻ. ഫസ്റ്റ് കോട്ട് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മളൊരു സെക്കൻഡ് കോട്ടും കൂടെ അടിക്കുന്നുണ്ട്. മാക്സിമം ഒരു 3 കോട്ട് അടിച്ചാലാണ് നമുക്ക് ഫിനിഷിങ് കിട്ടുന്നത്. അപ്പോൾ സെക്കൻഡ് കോട്ട് ഡ്രൈ ആയിട്ടുണ്ട് നല്ലതുപോലെ. ഇതിന് ശേഷം നമ്മൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് തന്നെയാണ് സെക്കൻഡ് കോട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഫസ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഞാൻ സെക്കൻഡ് കോട്ടും ചെയ്യുന്നത്. ഇപ്പോൾ സെക്കൻഡ് കോട്ടും അടിച്ചതിന് ശേഷം ബോട്ടിൽ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നുണ്ട്, ഗ്ലൈസിങ്ങും കിട്ടുന്നുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കോട്ട് അടിക്കണമെന്ന് പറയുന്നത്. ഇതിലോട്ട് നമുക്ക് വരച്ചെടുക്കാം. പിക്ചർ നമ്മളൊരു ട്രേസിങ് പേപ്പർ വെച്ചിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. വരച്ചെടുത്ത പിക്ചറിലോട്ട് നമ്മൾ ബ്ലാക്ക് അക്രിലിക് പെയിൻറ് ഉപയോഗിച്ച് ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 000 ബ്രഷാണ് ഉപയോഗിക്കുന്നത് ഔട്ട്ലൈൻ കൊടുക്കാൻ. വേണമെന്നുള്ളവർക്ക്, ബ്രഷ് ഉപയോഗിക്കാൻ മടിയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കർ പെൻ ഉപയോഗിക്കാം, CD മാർക്കർ ഉപയോഗിക്കാം. അപ്പോൾ കറക്റ്റ് ഫിനിഷിങ് കിട്ടും. ഇതിൽ CD മാർക്കർ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രഷ് ഉപയോഗിച്ച് ഔട്ട്ലൈൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്രയും മാത്രമേ ഔട്ട്ലൈൻ ബ്ലാക്ക് കൊണ്ട് വരയ്ക്കുന്നുള്ളൂ. വീണ്ടും ബ്ലാക്ക് അക്രിലിക് പെയിൻറ് ഉപയോഗിച്ചിട്ട് ഞാൻ ഹെയർ കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് ഞാൻ 000 ബ്രഷ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. 000 ബ്രഷിൽ തന്നെ ഞാൻ ഹെയർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഫുള്ള് ഞാൻ ബ്ലാക്ക് ഉപയോഗിച്ചിട്ടുള്ള എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത സ്കിൻ കളർ കൊടുക്കാൻ പോവാണ്. ഫ്ലഷ് ടിൻ 30 എന്ന് പറയുന്ന പെയിൻ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൽ ഞാൻ 000 ബ്രഷ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഫേസ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. സ്കിൻ കളർ ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞാൻ ലിപ്പും കൂടെ വരച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ റെഡിൻ്റെ അകത്ത് വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് അടിച്ചത്. ഞാൻ ഈ കളറാണ് ബേബിയുടെ ഡ്രസ് കോളറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ടീൽ ബ്ലൂ 68 ആണ്. ഞാനിത് 000 ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഈ കളറാണ് ഞാൻ ബേബിയുടെ ബാക്കിയുള്ള ഡ്രസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് പേൾ കളറാണ്. കോളറൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷാഡോ കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ബേബിയുടെ ഡ്രസ്സ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ബോയുടെ ഡ്രസ്സാണ് ഇനി അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ബോയുടെ ഡ്രസ്സാണ് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിന് ഞാൻ ഓറഞ്ച് കളറാണ് എടുക്കുന്നത്. ഓറഞ്ച് 283 എന്ന കളറാണ്, ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കോളറാണ് ഇത് ഉദ്ദേശിക്കുന്നത് കൊടുക്കാൻ. ബോയുടെ ബാക്കിയുള്ള ഡ്രസ്സിൻ്റെ കളർ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിന് ലെമൺ യെല്ലോ കളർ 111 ഷെയ്ഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിക്ചർ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പോഞ്ചാണ് ഉപയോഗിക്കുന്നത്. റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്ത ഒരു കളറാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് കോട്ട് നമ്മൾ എങ്ങനെ കൊടുത്തു അതേ രീതിയിൽ തന്നെയാണ് ഇതും കൊടുക്കുന്നത്. ഒറ്റ കോട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഇതിനുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഇത് മാത്രമല്ല, ഞാൻ കുറച്ചും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ക്ലേ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം.
ഈ ബ്രാൻഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ക്ലേ വർക്ക് ചെയ്യുന്നത്. ഇത് നല്ല ഫിനിഷിങ് കിട്ടും. ഈ ഒരു ക്ലേയിൽ 2 പാക്കറ്റായിട്ടാണ് കിട്ടുന്നത്. ആ രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല വെള്ള കളർ ആകുന്നത് വരെ അത് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള അത്ര എടുത്തിട്ട് ഞാനിവിടെ ഒരു റോസാപ്പൂ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് പീസായിട്ട് എടുത്തിട്ട് റോസാപ്പൂവിൻ്റെ മോഡൽ ഞാൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. റോസാപ്പൂ എല്ലാം ഉണ്ടാക്കി ഫെവിക്വിക്ക് കൊണ്ട് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കൂടാതെ ഞാനൊരു 3 ബട്ടർഫ്ലൈയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ആ ക്ലേ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ബട്ടർഫ്ലൈക്കും കൂടെ കളർ കൊടുക്കാം. ഞാനിവിടെ റോസാപ്പൂവിന് ഓൾറെഡി കളർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബട്ടർഫ്ലൈക്കും കൂടെ കളർ കൊടുക്കാം. ഇനി നമുക്ക് ബട്ടർഫ്ലൈക്ക് കളർ കൊടുക്കാം. ഞാനിവിടെ ഒരു ബ്ലൂ പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ ബോട്ടിലിൽ പെയിൻറ്റ് അടിക്കുന്നത് അതുപോലെ തന്നെയാണ് അടിക്കുന്നത്. ഞാനിതിനകത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് അടിക്കുന്നത്. കറക്റ്റ് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രഷ് ഉപയോഗിച്ച് അടിക്കുന്നത്. നമ്മളിപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ബോട്ടിലോട്ട് ഒരു മാർക്കർ പെൻ ഉപയോഗിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 18-ാം തീയതിയാണ് കുട്ടികളുടെ ബർത്ത്ഡേ. അപ്പോൾ 18 നവംബർ എന്ന് എഴുതി നമ്മൾ ഈ ബോട്ടിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.